ഹായ് ഫ്രണ്ട്സ്, പ്രിയ സെൻസറി വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ അമ്മ മഴ നനഞ്ഞ്, ഇവിടെ നല്ല മഴയാണെന്നേ, ഒരു രക്ഷയില്ല. കോഴികൾക്കൊക്കെ തീറ്റ കൊടുക്കുകയൊക്കെ വേണം. അമ്മ ഇങ്ങോട്ട് നോക്കിക്കേ, അമ്മ പ്രാരാബ്ദവും മഴയുമായിട്ട് ഇറങ്ങിയേക്കുക. ഞാൻ കാശി ഉണ്ടെന്ന് പറഞ്ഞ് കാശിയുടെ പേര് പറഞ്ഞ് ഞാൻ പറ്റിച്ചിരിക്കുക. അമ്മ മഴയൊക്കെ ആയിട്ട് പറയുമ്പേ മഴയ്ക്കോടെ ഇതുങ്ങൾക്ക് തീറ്റി കൊടുക്കാതിരിക്കാനോ പോവോ? അതിന് തീറ്റി കൊടുക്കാൻ ഇറങ്ങിയത് അല്ലേ, അവിടെ കിടന്നെല്ലാം കൂടെ കൊത്തിയിട്ടാകത്തേക്ക് കഴിഞ്ഞ് താറാവിനെ ഒരു ഭാഗത്താക്കി. ഇനിയും കോഴിക്ക് കൊടുക്കാനെ കൊണ്ടുള്ള ഒരുക്കമാണ്. കോഴിക്ക് കൊടുക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ അമ്മ ഇവിടെ നടത്തുക. അപ്പം വരണം. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ അമ്മ ഒരു കൂമ്പൊക്കെ നമ്മുടെ വാഴയെ നൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ അവരുടെ അയ്യത്തോട്ട് വീഴുന്ന ഇനി കൂമ്പിൻ്റെ തോലൊക്കെ, അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാന്ന് കരുതി കൂമ്പൊക്കെ ഒടിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് കൂമ്പ് തോരൻ വെക്കണം. പിന്നെ എൻ്റെ നമ്മുടെ ആട്ടുമ്മകളൊക്കെ നിൽക്കുന്നത് കണ്ടോ, മഴയാടാ മക്കളെ, ഒരു രക്ഷയില്ലടാ, ഇറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മുടെ ഇവളുടെ വീഡിയോ ഞാൻ ഒരു ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇവക്ക് തീരെ വയ്യാതെ ലൂസ് മോഷനൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇവള് ചത്തുപോകും, ഇവളെ ഉപേക്ഷിച്ചേക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തില്ലേ. പക്ഷേ അമ്മ പറയുമ്പോ അവളെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് അമ്മ പറ. ഇപ്പൊ അവളെ ഇരട്ടി വില, ഒരു തെങ്ങ കെട്ടിയാലും തെങ്ങും പിടിച്ചോണ്ട്, ഒരു തെങ്ങ് കെട്ടിയ തെങ്ങ് പിടിച്ചോണ്ട് പോരുമെന്നാ പറയുന്നത്. ഇരട്ടി വിലവായി, ആൾ ആക്റ്റീവായി. ഇതാ കുറച്ച് പേരൊക്കെ വെളിയിൽ എങ്ങനെയോ ചാടിയിട്ടുണ്ട്. അവരൊക്കെ ഈ നടക്കുന്നത്. ഞാൻ കൂട്ടിനകത്ത് നിൽക്കുന്നവർ. ഇതിനകത്ത് നിന്ന് ഇപ്പം ഞാൻ 1-2 മുട്ട രാവിലെ എടുത്തു, കാരണം തുറന്നു വിടാൻ താമസിച്ചുകൊണ്ട് ഒരു മുട്ടയൊക്കെ ഇതിനകത്ത് തന്നെ ഇട്ട് തുടങ്ങി. ഇവരെ നമ്മൾ നിങ്ങളുടെ പാട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. പാട്ട് വെച്ചാൽ എനിക്ക് ഒട്ടും മോശമല്ല. ഒരു പാട്ട് പാടുന്ന പാട്ട് കേട്ടോ, നമ്മളെ കാണുമ്പോഴത്തേന് എന്തോ പാട്ടാണെന്നറിയാവോ. ഭയങ്കര സന്തോഷമാണ് ഇവർക്ക് ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ നിൽക്കും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ. ഇവരെ നമ്മൾ അഴിച്ചു വിട്ട് വളർത്തുന്ന മക്കളാണ് കേട്ടോ. ഇവരെ അടച്ചിടത്തില്ല, ഇവരെ അഴിച്ചു വിടും. കൂട്ടിക്കിടക്കുന്നവരല്ലാത്തവരുണ്ട്. രണ്ടൊരു പൂച്ചപ്പെണ്ണ് വന്നിരിക്കുന്നുണ്ടോ, നമ്മുടെ അല്ല, നമ്മുടെ വീട്ടിൽ പൂച്ചയില്ല. എടി പൂച്ചപ്പെണ്ണെ, ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങളെ ഒരു സന്തോഷ വാർത്ത കാണിക്കട്ടെ. ഇത് കണ്ടോ, എൻ്റെ ഒരു കൊല്ലയുണ്ടായിരുന്നു, ഒരു പച്ചമുളക് ഉണ്ടായിരുന്നു. അത് ഇവിടെയാണെങ്കിൽ ഞാൻ ഓർത്തത് അങ്ങ് നശിച്ച് പോവാന്ന്. ഇതേണ്ട അതേലെ മുളകുണ്ട്. ഈ മുളകിന് നല്ല രുചിയാണ്. ഞാനവിടെ ഒരു കടയിൽ നിന്ന് ഹൈബ്രിഡ് ഏതാണ്ട് തയ്യാണ് ഞാൻ കടയിൽ നിന്ന് മേടിച്ച് വെച്ചതാണ്. പക്ഷേ അതങ്ങ് പൊത്തത്തി ഇതുകൊണ്ട് ഉണങ്ങി പോകുന്ന കണ്ടു ഞാൻ വിഷമിച്ച് നിൽക്കുമായിരുന്നു. പക്ഷേ എന്തായാലും പൊട്ടിക്കിളിക്കുന്നുണ്ട്. അതേ 2-3 ഇതേണ്ട പച്ചമുളക്. ഇത് കണ്ടോ, ആ പച്ചമുളക് ഇതേണ്ട, ഇത് കണ്ടോ പച്ചമുളകിൻ്റെ പ്രത്യേകത കണ്ടോ. ഇങ്ങനെ നല്ല 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 രുചിയുമാണ്. ഇതിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇതേണ്ട കേട്ടോ, അങ്ങനെ പച്ചമുളക് ഒക്കെ അത് പൊട്ടിക്കിളിച്ചിട്ടുണ്ട്. അവനെ നമുക്ക് നേരെയാക്കണം. കണ്ടോ, ഒരു വഴുതനത്തേൽ കണ്ടോ, ഒരു വഴുതനങ്ങ ഉണ്ട്. എല്ലാം അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് പൊട്ടിക്കിളിച്ച് വരുന്നു. മഴയൊക്കെ ആയപ്പോൾ നശിച്ചു പോയി എന്ന് കരുതിയതൊക്കെ തിരിച്ച് വരുന്നു. കണ്ടോ, മരം പോലെ വളർന്നു പോകുന്ന ഒരു വെണ്ട കണ്ടോ. ഇതിന് ഉയരം കൂടിക്കൊണ്ടേയിരിക്കുക, മരം പോലെ വളർന്നു പോവുക. എന്തായാലും വെണ്ടയ്ക്ക പറിക്കാൻ നമുക്ക് വല്ലപ്പോഴും ഒക്കെ കിട്ടും. മിക്കവാറും ഇത് വെട്ടേണ്ട വരും, വെട്ടിയിട്ടടുത്ത വെണ്ടയ്ക്ക പറിക്കേണ്ട വരും. നീളം കണ്ടോ, പോകുന്ന പോക്ക് കണ്ടോ, കവുങ്ങിന് പകരം പോവാണെന്ന് തോന്നുന്നു. കൊക്കോക്കായൊക്കെ ആയി തുടങ്ങി, അത് പറിക്കണം. നമ്മുടെ ജാതി തളിർത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ 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 കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിൽ നിന്ന് ഇതാക്കാനുള്ളതൊക്കെ നമുക്കിവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ആട്ടുകുട്ടിയൊന്നും തിന്നുന്നില്ല, അവൾക്ക് ക്ഷീണം, അവൾ വയ്യാതായി, അവൾ അത്തുപോകുന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവളും ഓക്കെ ആയി. അവളുടെ മോള് നേണ്ട നിൽക്കുന്നു, അവളും ആക്റ്റീവാണ്. ഞാൻ വിചാരിച്ചു ഡോക്ടറൊക്കെ തള്ളിക്കളഞ്ഞപ്പോൾ ചത്തു പോവായിരിക്കും, കുഴി വെട്ടേണ്ട വരുമോ എന്നൊക്കെ വിചാരിച്ചു. അന്ന് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെയൊക്കെ പറയുകയും ചെയ്തില്ലേ. പക്ഷെ അവൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ദൈവം അനുഗ്രഹിച്ച് ഞാൻ അവളെ രക്ഷപ്പെടുത്തി എടുത്തു. നല്ല ശരിക്കും പണിപ്പെട്ടു. ക്ഷീണമൊക്കെ മാറി വരുന്നേ ഉള്ളടി. നിന്നെ ഒന്ന് കാണട്ടെടി ഇവരൊക്കെ. അങ്ങോട്ട് നീങ്ങി നിൽക്കും കണ്ടോ, ക്ഷീണമൊക്കെ ഉണ്ട്, എന്നാലും ക്ഷീണമൊക്കെ മാറി വരുന്നു. തീറ്റയും വെള്ളമൊക്കെ എടുത്ത് ഒത്തിരി അങ്ങ് ക്ഷീണിച്ചു. ഇവള് ബൊമ്മ തടിച്ചായിരുന്നു, നിങ്ങൾക്കറിയത്തില്ലേ. എൻ്റെ മുട്ടയിടാൻ കള്ളിപ്പെമ്പിള്ളേർ പുറത്തൂടെ വേറെ കുറച്ച് പേര് ഞാൻ പറഞ്ഞില്ലേ അഴിഞ്ഞു പോയെന്ന്. അവളന്മാർ മുട്ടയിടാൻ കയറി പോവാ. ഇനി ആട്ടും കൂടൊക്കെ വൃത്തിയാക്കണം. അമ്മയും മോളൂടെ ചവിട്ടി തേച്ചിട്ടിരിക്കുക. നമ്മുടെ അഴിച്ചു വിടാത്ത കൂട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഓക്കെ ആണെന്ന് തോന്നുന്നു. ആരോ വയ്യാതെ എന്തോ ഇരിപ്പുണ്ടോ എന്നൊക്കെ ഈ നോക്കുന്നത്. ഇല്ല, മുട്ടയിടാനൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെ അഴിച്ചു വിടാത്ത വേറെയും കുറേ പേരൂടൊക്കെ ഉണ്ട്. ഇവരെല്ലാം ഇങ്ങനെ ഇവിടെ കിടക്കുന്നു. അപ്പോൾ ഇവരുടെ വിശേഷങ്ങളും. ഇവർക്ക് പിന്നെ പാട്ടൊന്നുമില്ല. ഇവരെ കുറച്ച് പേരൊക്കെ ഒന്ന് കൂട്ടിയിൽ നിന്ന് കാലിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഇറക്കിയിട്ട് അടുത്ത BB3 8 ഇറക്കണം. ഇവരെ കുറച്ച് പേര് പഴയ കോഴികളാണ്. അപ്പോൾ ഇവരെ കുറച്ച് പേരെ അങ്ങ് കൊടുക്കാം എന്നുള്ളൊരു പ്ലാനാണ്.
ഞാൻ ആ ചേട്ടൻ്റെ പേരൊന്നും പറയുന്നില്ല. കുറച്ച് BB380 കോഴികളെ ഞാൻ ഒരാളോട് ചോദിച്ചിട്ടുണ്ട്. ആൾ അടുത്ത ദിവസങ്ങളിൽ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൂട് കാലിയാക്കി അവരെ ഒരു 25 പേരെ ഈ കൂട്ടിലോട്ടാക്കാനാണ് പ്ലാന്. ഇവരെ കൂടെ കുറച്ച് പേരെ ഇവരെ ഇപ്പം അങ്ങ് കൊടുത്തിട്ട് പഴയ കോഴികൾ നിൽപ്പുണ്ട്, ഇവരെ കുറച്ച് പേരെ കൊടുത്തിട്ട് ഇത്രയും പേര് പുതിയ ആൾക്കാരാണ്. അതേ ഈ നിൽക്കുന്നത് കണ്ടോ, ഈ നിൽക്കുന്ന ബാച്ച് പുതിയ ആൾക്കാരാണ്. ഇവരെ കൂടെ വെളിയിലിറക്കി വിട്ടുകൊണ്ട് ഇവരെ ഇത്രയും കൊടുത്തോണ്ട് ബാക്കി ഇതാ ഈ നിൽക്കുന്നവരെ കൊടുത്തോണ്ട് നമുക്ക് BB380 ഇറക്കി വിടണം. കാരണം എനിക്കിവിടെ മുട്ടയ്ക്ക് ഭയങ്കര ചിലവെന്ന് വെച്ചാൽ എനിക്ക് മുട്ടയ്ക്ക് ഭയങ്കര ചിലവായി. എത്ര മുട്ടയുണ്ടെങ്കിലും ഒരു ദിവസം ഒരു 100 മുട്ടയുണ്ടെങ്കിൽ അല്ലെ ഒരു 150 മുട്ടയുണ്ടെങ്കിൽ എനിക്ക് തീരും കേട്ടോ. അതിന് ഞാനൊരു ട്രിക്ക് ഉപയോഗിക്കും. പക്ഷെ ആ ട്രിക്ക് എന്താണെന്നൊന്നും ആരോടും പറഞ്ഞു തരത്തില്ല. ആ ട്രിക്ക് എനിക്ക് മാത്രം അറിയാതെ ഒരു ട്രിക്കാണ്. അത് ഞാൻ ആർക്കും പറഞ്ഞു തരത്തില്ല. എൻ്റെ മുട്ടകളെല്ലാം കൊണ്ടുപോകുന്നത് 9 രൂപ വിലയ്ക്ക് വീട്ടുകാർ തന്നെയാണ് കൊണ്ടുപോകുന്നത്. ആ ട്രിക്ക് എന്താണെന്ന് ഞാൻ ആർക്കും പറഞ്ഞു തരത്തില്ല കേട്ടോ. അത് സീക്രട്ടാണ്, എൻ്റെ മാത്രം ട്രിക്ക്, ഞാൻ പറഞ്ഞു തരത്തില്ല. നമ്മൾ വേറൊന്നുമല്ല, ഗുണമേന്മയുള്ള നല്ല മുട്ട അന്നന്നത്തെ മുട്ട തന്നെ കൊടുക്കുവാണെങ്കിൽ കൂടുതലും കേടാവാത്തയും ഫ്രഷ് ആയിട്ടുള്ള മുട്ടകൾ കിട്ടുമ്പോൾ ആൾക്കാർ നമ്മളിൽ നിന്ന് തന്നെ എടുക്കും. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല കേട്ടോ. അപ്പം അതാണ്. അതിൽ പിന്നെ വേറൊരു ട്രിക്ക് കൂടെ ഉണ്ട്, ഒരു ബിസിനസ് ട്രിക്കുണ്ട്. അത് ഞാൻ പറയാൻ എനിക്ക് പറ്റില്ല, കാരണം എൻ്റെ വീഡിയോ എൻ്റെ നാട്ടുകാരും കാണുന്നതാണ് അല്ലേ. അപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ പലരും വേറെ കാണും കോഴിയെ വളർത്തുന്നവർ. അവർ ആ ട്രിക്ക് ഉപയോഗിച്ചാൽ എൻ്റെ കോഴിമുട്ട ചിലവാകുമോ? ഇല്ലല്ലോ. ഇത് ബിസിനസ് ട്രിക്കാണ്, അത് ആർക്കും പറഞ്ഞു കൊടുക്കരുതെന്നാ. അപ്പോൾ ഇനി കുറച്ച് BB3 കൂടെ ഇറക്കുകയാണ്. നമുക്ക് നിങ്ങളോട് പറയാൻ വേറൊരു വിഷമ വാർത്തയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ താറാപ്പിള്ളേർ 6 പേരില്ലായിരുന്നോ, 6 പേരിൽ ഒരാൾ ചത്തുപോയി. എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഇനി വല്ല കല്ലോ എന്തെങ്കിലും നിങ്ങൾ എൻ്റെ മണ്ടയ്ക്കടിയിലോ വല്ലതും കയറിയാണോ എന്താണെന്നൊന്നും അറിയത്തില്ല. ഒരാൾ എന്തായാലും ചത്തുപോയി. നമുക്കത് വലിയ വിഷമമേറിയ കാര്യമായിരുന്നു. രാവിലെ അഴിച്ച് നമ്മളിവിടെ കൊണ്ടുവിടുന്നിടം വരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. വൈകിട്ട് പിടിച്ചിടാൻ വന്നപ്പം സുഖമില്ലാത്ത വയ്യ, പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേന് ചത്തുപോയി. അങ്ങനെ നമ്മുടെ താറാപ്പിള്ളേരിൽ ഒരാൾ നമ്മളിൽ നിന്ന് പോയി. അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. എന്നാലും ഇവർ ഉഷാറായിട്ട് നടക്കുന്നു. അവർക്ക് വെള്ളം വെച്ച് കൊടുത്തേക്കുന്നുണ്ട്. അതിനകത്ത് ഇപ്പോൾ ഈ കുളിയും നനയും മഴയൊക്കെ ആയതുകൊണ്ട് അവർ ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ അവർ വളർന്നു മുട്ടയിടാറൊക്കെ ആയി വരുന്നു. ഇതൊക്കെയാണ് ഇവരുടെ വിശേഷങ്ങൾ. അടുത്ത സെഷൻ ആൾക്കാർക്ക് തീറ്റ എടുത്തുകൊണ്ട് വന്നു. നമ്മൾ നിങ്ങൾക്ക് അറിയാമല്ലോ, മഴയാണ്ട് സൗണ്ട് ഉണ്ടോ കേൾക്കുമോ? തീറ്റ ചിലവ് കുറയ്ക്കാൻ നമ്മുടെ കുറച്ച് അരിയുണ്ട്. ഞാൻ ഇങ്ങോട്ട് പോയി നിൽക്കട്ടെ. ഞങ്ങളെ ഇതിനകത്ത് ഇച്ചിരി മരുന്ന് ഒഴിച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? മൃഗാശുപത്രിയിൽ നിന്ന് കിട്ടിയ മരുന്നാണ്. അത് മൃഗാശുപത്രിയിൽ ചെന്ന് ഞങ്ങൾ ഇവർക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ. ഈ ചുമന്ന കളറ് കാണുന്നില്ലേ? ഇന്നെടുത്ത് കാണിച്ചേമ്മേ. ക്യാമറയ്ക്ക് എന്തോ പ്രശ്നം, ഇത് കാണുന്നില്ല. കേട്ടോ, ആ ചുമന്ന മരുന്ന് ഞങ്ങൾ ഇച്ചിരി ഒഴിച്ച് കൊടുക്കും. ഇത് ലൈറ്റിൻ്റെ അതൊക്കെ ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ ഇവർക്ക്, കാരണം ഇവർക്ക് ദഹനവും കാര്യങ്ങളും ഒക്കെ പ്രോപ്പറായിട്ട് നടക്കും. അതുപോലെ തന്നെ ഇവർക്ക് ഇച്ചിരി തീറ്റ കൊടുത്ത് ഇച്ചിരി പീഡപ്പിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നല്ലതാണ്. ഇവരെ കാഷ്ടമൊക്കെ മുറുകാനും ഇവർ നല്ലതായിട്ടിരിക്കാനും ഒക്കെ അത് നല്ലതാണ്. അമ്മ ഇവർക്കുള്ള ബിരിയാണി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ബിരിയാണി കൊടുത്തിപ്പം മഴയാണേലും അഴിച്ചു വിടും. കാരണം ഈ ആട്ടുംകൂടിൻ്റെ കീഴിലൊക്കെ ഇവർക്ക് കയറി നിൽക്കാൻ നനയാതെ കണ്ടോ. അവർക്ക് കീച്ച് പറച്ച് ഇവൻ്റെയൊക്കെ കീഴെ കയറി നിൽക്കാൻ പറ്റും. അതുകൊണ്ട് ഇവരെ മഴയാണേലും നമ്മൾ അഴിച്ചു വിടും. ഇവിടെ പ്രത്യേകിച്ച് മഴ നനഞ്ഞ് നടക്കേണ്ട ആവശ്യം വരത്തില്ല. തീറ്റ തേടി ദൂരോട്ട് പോവണ്ട. ഈ ആട്ടുംകൂടിൻ്റെ കീഴിൽ തന്നെ അവർക്ക് ആവശ്യത്തിനുള്ള തീറ്റയുണ്ട്. ഈ 2 അവളുമാർ വെളിയിൽ കൂടെ നടക്കുന്നെങ്കിലും മഴയാണെങ്കിലും ഇവരുന്ന മഴ നനയുന്നൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു കൂമ്പ് കിട്ടിയിട്ടുണ്ട്. ഇന്നപ്പോൾ കൂമ്പ് തോരനും മത്തി തോരനും എന്താ ഒഴിച്ചുകറി വെക്കുന്നതെന്ന് ആലോചിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു ഒഴിച്ചുകറിയൊക്കെ ആയിട്ട് ഇന്നത്തെ ഉച്ച വിഭവമാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ കുഞ്ഞൻ ചാനലിൽ നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും സപ്പോർട്ടുണ്ടെങ്കിലേ മുന്നോട്ട് പോകത്തുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ നിൽക്കുക.